നീ വണ്ടി ആണാണോ പെണ്ണാണോ നോക്കണോടാ? വണ്ടി ഓടിക്കണേ? നീ അടിക്ക് നോക്കിയ സമയത്തൊന്ന് തോളെ താങ്ങിട്ട് ഞാൻ വലിച്ച് കരക്കിട്ടേനെ. പിന്നെ നിനക്ക് പറഞ്ഞൂടായിരുന്ന പ്രാന്ത ഞാൻ വരട്ടെ എന്ന് പറഞ്ഞല്ലേ? നീ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇത് വണ്ടി എടുക്കാൻ വരട്ടെ, കുഴിയുണ്ടെന്ന്. നിനക്ക് വണ്ടിയും ഡ്രൈവിംഗിനെ കുറിച്ച് എന്തറിയാം? ഒന്നാമത് വലത്തോട്ട് ഇന്ത്യ ഇട്ടിട്ട് ഇടത്തേക്ക് നോക്കണ്ട, റൂട്ട് നോക്കിയാൽ മതി കേട്ടാ. എന്തുട്ടത് അജിമോളടുത്ത് കുഴിയിലിട്ടൂലേ? നിനക്ക് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റൂ? നീ എത്ര അടിച്ചിട്ടുണ്ട്? അതിനിതൊക്കെ ആരെണ്ണെന്ന് ആ കുടിക്കാത്ത ആരെങ്കിലും കിട്ടും സജീവ? അല്ല, നമുക്കിത് ജസ്റ്റ് ഒന്ന് തോളി താങ്ങിയല്ലേ വലിച്ച് കരക്കണം. ആരെ വിളിക്ക്? സനു കുടിച്ചിട്ടില്ല. അവനെ വിളിക്ക്. അവന് ലൈസൻസ് ഒന്നുമില്ല. ലൈസൻസ് ഒക്കെ അവൻ എന്റെ കൂടെ ടിപ്പറിലുണ്ടായിരുന്നല്ലേ? വിളിക്കവനെ. ഈ ലൈസൻസ് ഒരു കാര്യം ചെയ്യും, നമ്മൾ 3 പേരല്ലേ, 3 പേർക്ക് കൂടി ആ ഉണ്ണിളിയാ, ഞാനേ ഇവിടെ ഒരു പടിഞ്ഞാറേപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ വരോ? എന്താ നടക്കണത്? ഒന്നും പറയണ്ട, അത് വലിയ കഥയാണ്. ഞാൻ അമ്മക്ക് ചെറുതായിട്ടൊരു മോട്ടിവേഷൻ കൊടുത്തേണ്, എന്നെ വഴിയിലിറക്കി വിട്ട്. നീ അവിടെ തന്നെ നിന്നോട്ടാ. 3-3.5 മിനിറ്റ്. ഞാൻ തോളെ കയറ്റിട്ടുണ്ട്. സജീവാ, അത് നടക്കില്ല. ചെക്ക വരട്ടെ. അളിയൊന്ന് കൈവച്ചാൽ സമയ സമയത്ത് അവരൊക്കെ ഓണം തണ്ടിക്കാൻ നിൽക്കും. അച്ഛാ ഞാൻ വണ്ടി എടുക്ക. നമ്മുടെ പെങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്. സൂക്ഷിച്ചൊക്കെ ഓടിക്കണോട്ടാ. മതി മതി. ഓണാക്കടാ. അനിയ ബാക്കിൽ ഒരു വെച്ച ഇതിനി മുന്നോട്ട് പോകാൻ തോന്നില്ല ചേട്ടാ. ചാവി കേറുന്നില്ല. നീ വന്നിട്ടെ. കണ്ടാ കേറുന്നില്ല. കള്ളുടിച്ചോണ്ടാ നീ? ഏയ് കള്ളുടിച്ചില്ലേ? കൊറച്ച് ബീർ കഴിച്ചിട്ടുണ്ട്, കൊറച്ചുള്ളു. എന്തോരം? ഉല്ലാസ 2 രൂപ 3 രൂപ. നോണ പറഞ്ഞ നാട്ടക്കവൻ. ഓടാ. സജീവ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ ഈ പഞ്ചായത്തില്? ദേവന്നല്ലോ മറ്റേ ആള്. മനോജേട്ടനാ. രാത്രി തേങ്ങ മോഷണം. ലേറ്റായി കളിയാ? നീ കറക്റ്റ് ടൈമിൽ വന്നിട്ട്. ഇതെന്താ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്? നീ അത് കണ്ടിട്ടെ. നമുക്ക് അമ്പിളി വീട് വരുന്ന പോണം. ഓ മനോജ്, നീ എപ്പോ വരാന്നോട്ട് പോയേ? ചെന്തെങ്ങിന്റെ കൊല കിട്ടേണ്ട കളിയാ? നിന്റെ അവിടേക്ക് ഇതാ ചെന്തങ്ങ്. ആ നീ വണ്ടി എടുത്തേ. ഓ വന്നേ, ആ സൈക്കിൾ നടത്ത് മാറ്റി വെച്ച് കേറ്. പിടിക്കടാ, ബാഗിൽ പിടിക്കും. എന്റെ പുത്തങ്കാവിലമ്മേ. എങ്ങനെയാ, ഡെയിലി അടിയുണ്ടോ? ആ പലപ്പോഴും. ഇത് നല്ല പവറുള്ള സാധനമാണെന്ന് തോന്നണ്ടല്ലേ? എടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ പെക്കടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 പെക്കടിക്കുന്നതിന്റെ ഒരു എഫക്റ്റാ. പെട്ടെന്ന് അയ്യോ, അടുത്ത മാറണം. 3-4 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കും. അളിയൻ സാഗറേ, അളിയ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തൊട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ ഈ കല്യാണ വീട്ടിലെ സമാധാനം കളഞ്ഞിട്ടാ. എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? അളിയ വാളിയാ, ഇപ്പൊ തന്നെ സമയം. കുടുംബം ഉണ്ടാക്കണോട്ടാ, ശ്രദ്ധിച്ചോ. നീ വാളിയാ, നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് അല്ല ഞാൻ വരണ്ടേ? അല്ല ഞാൻ ബാക്കി കയറാം. സജീവേട്ടാ, നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അടിച്ചോ. നമുക്ക് രാവിലെ സജീവ, എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ട്രിപ്പ് മിസ്സായല്ലോ. നീ സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നും. അതാണ് ഈ പ്രശ്നമല്ല. വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ? ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയാലും സംഘടിപ്പിക്കാനാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ല. ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയുടെ പ്രശ്നമൊക്കെ ഞാൻ പറയാ. 3.5 മിനിറ്റ് അല്ലേ പറ്റിച്ച്. പിന്നെ വരുന്നില്ലേ? തലയിൽ കൂടി ചാടിക്കയറാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പണ്ടാറും സെറ്റിക്കായി കഴിഞ്ഞാൽ അവള് സുൽത്താസിന് കെട്ടും. നീ വരുന്നുണ്ടോ? ആ ഓടേണ്ട
എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. അമ്മ അതല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൾ അവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, വരണ്ടാന്നേ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവല്ലോ. നമ്മളെ അവളെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചു പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരോമലിന്റെ കാര്യം ആലോചിക്കണ്ടേ? എടി, വേറെ ഒരുത്തനെ മനസ്സിലുകൊണ്ട് നടക്കുന്ന ഒരുത്തിയുടെ കൂടെയാണോ എന്റെ മോൻ ഇനി ജീവിക്കേണ്ടത്? പറ. അതല്ല, എന്നാലും അതെ, എന്റെ മോനെ ഇവള് പോയ വേറെ പെണ്ണിനെ കിട്ടു. അത്രേ ഉള്ളൂ. അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവനെ തല്ലണം. അവൻ എന്നെ ചതിച്ചു. എടി കൊച്ചേ, നീ കൊറേ നേരെ ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിട്ട്. അവളോള് സുജിത്ത് വാസു. അമ്മ വെറുതെ ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യും, വണ്ടി അങ്ങോട്ട് ഒതുക്ക്. വണ്ടി ഒതുക്കുന്നേ. ഒതുക്കമ്മേ വണ്ടി. അമ്പിളി, നീ കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറ. അവൻ ചതിച്ചു ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താ നടന്നേന്ന് പറ. പറയാം, പക്ഷെ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ ഒന്ന് നേരം വെളുക്കും. കുഴപ്പമുണ്ടോ? നീ ആ നടന്ന കാര്യം എന്താന്ന് മാത്രം ഒന്ന് ചുരുക്കി പറ. പറയാം. ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്തു. ആ പറ സുജി. എവിടെയത്? ഞാനേ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെയോ? നിന്റെ വീടിന്റെ ബാൽക്കണി ഇതന്നല്ലേ? അയ്യോ, പതുക്കെ വന്നാ മതി. എവിടെ എവിടെ? അയ്യോ എടാ, എന്തെവിടെ? ആൾക്കാരും എല്ലാം കാണും. ഒന്ന് പോ. പെട്ടെന്ന് താഴേക്ക് വാ, സംസാരിച്ചിട്ട് പോവാ. എടാ, വീട്ടുകാരൊന്നും ഉറങ്ങിയിട്ടില്ല. നീ എന്താ പരിപാടിയെ കാണിക്കുന്നേ? ഇത്ര പേരെ വന്നല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. താഴേക്ക് പാടോ. എന്തിനാ? ഒന്ന് വാടോ. ഞാൻ അവിടെ പുറകിലുണ്ടാവും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ പയ്യെ പയ്യെ അടുക്കള വാതില് വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു ചായപ്പില്ലേ, കണ്ടിട്ടില്ലേ ചായപ്പ്? അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. എന്താ? വേണ്ട, ഇവിടെ ആൾക്കാർ കാണും. എടാ, എന്താണ്? അച്ഛനമ്മയെന്ന് ഉറങ്ങിയിട്ടില്ല. എവിടുന്ന് വേഗം പോണം. ഇവിടെ ഇനി ആരും വരാനൊന്നും പോകുന്നില്ല. എടാ, കാര്യം പറ നീ. കാര്യം എന്തൊന്നും അറിയാത്ത പോലെ. ഹലോ, താൻ വരില്ലാന്ന് ഞാൻ വിചാരിച്ച. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നോട് എത്ര കാലമായിട്ട് ഞാൻ റൂം വയ്ക്കണേ. എടാ, എന്തൊരു ശബ്ദം കേട്ടില്ലേ നീ? കണ്ടില്ല. ഏയ്, അവിടെ നിന്ന് ആരുമില്ല. സുജിത്ത്, എനിക്ക് പേടിയാവുന്നു. ഞാൻ പോയി നോക്കാം. അയ്യോ പോലെ, എനിക്ക് പേടിയാവുന്നു. കുഴപ്പമില്ലടി, ഞാൻ നോക്കാം. എന്റെ കാര്യം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, ഇവിടെ ആരോ ഉണ്ട്. ഞാൻ കണ്ടതാ. നോക്ക്. ഇതാണ് പരിപാടി അല്ലേ? ഒന്ന് വേഗം വാ. എന്തൊരു ബഹളം കേട്ട്? ഞാനും കേട്ടു. അല്ല, നീ എന്താ ഇവിടെ? ഞാനും ബഹളം കേട്ടു. നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. വാ. അളിയപ്പോ വണ്ടി അതവിടെ ഇരിക്കട്ടെ. വാ. തന്നപ്പടി വരുന്നുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ? ഇപ്പൊ അതിരാത്രി നേരത്തെ ഈ വെള്ളം എടുത്ത് ഒരുത്താൻ ഇറങ്ങി ഓടിട്ടുള്ളൂ. ഇപ്പൊ സുധേട്ടോ എല്ലാം അറിയുന്നുണ്ടാ?
ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ല എനിക്കൊരു സംശയം. നിന്റെ കൂടെ ആരെങ്കിലും ഈ മുറിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടി? കണ്ടാ പറയാൻ എന്താ നിന്നെ നാക്കിറങ്ങിപ്പോയോ? അന്ന് അവിടെ കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ അവനെ കണ്ടത് അതെനിക്കൊരു ഷോക്കായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പോയി. അവൻ പോയി അങ്ങ് ദൂരെ പോയി. ഇതുപോലൊരു ഊളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പാട്ടെടുത്തോ മനുഷ്യയുടെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും പിള്ളേരാളിയാണല്ലോ. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ? ഇന്നെന്റെ കല്യാണമാണ്, ഫസ്റ്റ് നൈറ്റ് ആണ്. ഞാനാണ് ഈ പാട്ട് ജീപ്പിൽ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണത്. അളിയൊന്ന് മനസ്സമാനപ്പെട്, നമ്മളവിടെ എത്താൻ പോവല്ലേ. ചെല്ലുന്നു, കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. മിണ്ടി പോരുത്. മേലൊന്ന് എഴുതുക, പല്ലേക്ക, ഏലക്കെടുത്ത് വായിലിടുക, മാങ്ങാത്തൊലി. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ ബാറുണ്ട്. ഒന്നും ഉണ്ടായിരിക്കോ? ഉണ്ണിയാളയാ, നമ്മുടെ ഷാറോണില്ലേ, ആളും മിടുക്കനാ. 19 വയസ്സുള്ളൂ ചെക്കന്. നമ്മളിപ്പോഴും അങ്കമാലി കിണോ തുഴയുമ്പോളേ ചെക്കൻ സൈക്കിളില് ഹിമാലയത്തിൽ പോയിട്ട് വന്നു. അതേന്നെ, തിരിച്ചു വന്നപ്പോ വൻ സ്വീകരണം ഉണ്ടായിരുന്നു. ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അവൻ. മനോജേട്ടാ, അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോണത്. നമ്മൾ ഈ ഷാജിയുടെ പെങ്ങൾ അമ്പിളിയുടെ വീട്ടിലോട്ടാണ് കെട്ടിയെടുക്കുന്നത്. അങ്ങോട്ട് പോകാൻ ഉണ്ണികളെ പറഞ്ഞേ. ആ അമ്പിളിയുടെ അടുത്തേക്ക് പോകാനല്ലേ പറഞ്ഞേ? പിന്നെ ഈ പാവപ്പെട്ടവന്റെ ഭാര്യ അമ്പിളിയുടെ വീട്ടിലേക്ക് പോകാനാ പറഞ്ഞേ. പാവപ്പെട്ടെ നിന്റെ ഭാര്യയുടെ പേര് അമ്പിളിന്നാ? ഫ്ലെക്സ് വെച്ചപ്പോ കണ്ടില്ലേ അമ്പിളി ആരോമലിന്? ഞാനത് വായിച്ചില്ല. നീ വഴിന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി, കള്ളൻ. ദൈവമേ, പിടിച്ചേനേക്കാളും വലുതാണല്ലോ ആളേല്. എന്റെ മനോജ്, നീ ഒന്ന് വണ്ടി തിരിച്ചേ. എനിക്ക് കൃത്യമുള്ള വഴി അറിയില്ല. അമ്മനോ, ആ ഗൂഗിൾ പേ ഒന്നിട്ട് കൊടുത്താ. ഗൂഗിൾ പേ പ്രോപ്പർ വൈപ്പിനാണോ? കോപ്പർ വൈപ്പിനല്ല, വൈപ്പിന്ന് ഇട്ടാ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടി എടുത്തേ. മനോജെ, നീ ഷാജിയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോക്കണ്ടല്ലേ? കൊണ്ടുപോകുന്നതല്ലേ? നീ സൂക്ഷിച്ചോട്ടാ, അവളുടെ കെട്ടിയവനല്ലേ, അവന് ചെറിയ മെന്റലാട്ടാ. നിന്റെ തല്ലോട്ടം വേണ്ടി നോക്കിയോളോ. എന്താ നീ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നിരിക്കോ? എന്തുറ്റി നോക്കടി. അജിതേ, നീ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നിരുന്നേ. അച്ഛൻ മരിച്ചപ്പോ തൊട്ട് അമ്മയല്ലേ വണ്ടി ഓടിക്കണേ, അമ്മ തന്നെ ഇരുന്നാ മതി. അവര് നോക്കി ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഇനിയിപ്പോ അവര് ചെയ്തോളൂ. വരുന്നുണ്ട് പോലീസ്. എല്ലാരും കൂടെ എങ്ങോട്ടാണ് ഈ സമയത്ത്? അത് വണ്ടിയുടെ ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ ഒന്ന് എടുത്തേ. എടുക്ക. സാറിനെ കാണിച്ചിട്ട് വരാം കേട്ടോ. മിണ്ടി നിന്റെ വാലിയ തുണി തിരക്കും. ആ അപ്പനൊക്കെ വന്നാ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ട്രിപ്പാണെങ്കിൽ ആലപ്പുഴ പോകുമ്പോ ഫുള്ള് വെള്ളമല്ലേ? ന്യൂ ഇയറിന് പോകാനാണെങ്കിൽ വർക്കല പൊളിയാണ്. വർക്കലക്ക് വേണോ വാർക്കപ്പടിക്ക് വേണോ ഞാൻ തീരുമാനിച്ചോളാം. മരിക്കാണെങ്കിൽ സാറേ സാറേ വണ്ടി ഒന്ന് നോക്കിയേ. എന്തൊരു പ്രശ്നം. ചേച്ചി സാറാണ് കോൾ ലിസ്റ്റ് നോക്കിയോ സാറേ? ഞാൻ വിളിച്ചിട്ടില്ല. ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് അല്ലേ? പേരെന്താ? എന്റെ പേര് ഉമേഷ്. ലേഡീസ് മാത്രമേ ഉള്ളൂ. താമകോ ആ രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂൾ. ഇതാര്? എന്നെ മനസ്സിലായോ? ഒന്നും പറഞ്ഞേ. ആരാന്നൊന്ന് പറഞ്ഞേ.
എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ആ പ്രായപ്പോ ഓർമ്മയൊക്കെ പോയി തുടങ്ങിയില്ലേ? ഞാൻ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അവിടെ, ബെന്നി, 2012. ആ, ഇപ്പൊ മനസ്സിലായി. നീയോ? അയ്യോ, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നീ പോലീസിലാ? ആ പോലീസിലേക്ക്. ഇത് എങ്ങോട്ട് രാത്രിയിലായിരുന്നു? ആ, ഇന്ന് എന്റെ മോന്റെ കല്യാണായിരുന്നു. ഇതെന്റെ മരുമോളാ. രാത്രി ആയിപ്പോ അമ്മയെ കാണുന്നു. അയ്യോ പാവം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങോട്ടാ, സ്ഥലം എവിടെയാ? വൈപ്പിൻ ഭാഗത്തേക്കാ. നിങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോണേ, ഈ കുട്ടിയുടെ അമ്മയുടെ ഇങ്ങോട്ട് വരാൻ അയ്യോ, അവൾ നമുക്ക് തീരെ വയ്യ. രാത്രി യാത്രയൊന്നും പറ്റില്ല, അതാ. എന്താ ടീച്ചറെ, വണ്ടിക്കൊരു മാറ്റമില്ലല്ലോ. ഇവന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. 2 തവണ ടെസ്റ്റ് എടുത്തിട്ടാ ഇവൻ പാസ്സായത് തന്നെ. സ്റ്റിയറിംഗുമ്മ കൈ പിടിച്ച അപ്പ തുടങ്ങും കൈവറ. ഓ, ഇവനെ പോലെ ഒരു മരക്കഴങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർ, ഞാനിപ്പോ ഒരു എസ് ആണ്. എന്തിനാ വെറുതെ ഇതൊക്കെ പറഞ്ഞവിടെ? പണ്ടിവന് ചിറ്റേപ്പാടത്തെ വഴി കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പേ ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു. അപ്പം തുടങ്ങിയതാ അവന്റെ കൈവറ. വണ്ടി അടുത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, ഇവൻ സ്റ്റിയറിംഗ് ഒരു ഒറ്റ വെട്ടിക്കല. വണ്ടി നേരെ കണ്ടത്തില്ല. അന്ന് അവരവിടെ പറഞ്ഞ തെറി എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. അല്ലടാ. ടീച്ചർ ഒന്ന് ഊതി, ഒന്ന് ഊതിക്ക്. ഊതി ടീച്ചറെ. അത് ശരി, ടീച്ചർ 2 കീച്ചുണ്ടല്ലേ? ഞാൻ അത് അല്ല ബെന്നി, അല്ല സാറേ, ആ വളവ് വരെ എന്റെ മോളാ ഓടിച്ചത്. ഞാനത് ഇപ്പൊ കേറിയതേ ഉള്ളൂ. ആ ശരി, ടീച്ചറോട് മാറിയെന്നേ. ഒന്ന് ഊതി. ടീച്ചറേ, മെഷീൻ കേടാണ് സാറേ. കേടാ, വെള്ളം അടിക്കണേ ശരീരത്തിന് കേടാ. പ്രശ്നമാണല്ലോ ടീച്ചറെ. ഇതിപ്പോ 10 20,000 കിട്ടേണ്ടി വരും. അല്ല, അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മോനെ ബെന്നി, അല്ല ബെന്നി സാറേ, ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ടീച്ചറല്ലേ, ഒറ്റ തവണ പരിഗണിച്ചൂടെ? അതൊന്നും നടപടിയാവണ കേസല്ലെന്നേ. നീയും വിട്ട് ഒരു പരിപാടിയില്ല. ബന്ധം സ്വന്തം നോക്കാൻ പറ്റുന്നില്ല. പഴയ പേടുത്തോണ്ട് ബെന്നിയൊന്നല്ല ഞാൻ. ഈ കാക്കി ദേഹത്ത് കയറിയപ്പോ ഞാൻ ഇങ്ങനെയാ. കിട്ടി. ഇതേതാ സ്ഥലം മനോജേട്ടാ? ഞാനും അതാ ഇപ്പൊ നോക്കുന്നേ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു വഴി തെറ്റിയോന്ന്. അമലു, ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നേ? മാപ്പ് പറഞ്ഞു നേരെ പോവാൻ. നോക്കിയേ, ഉങ്ങളിയാ സ്ഥലത്തിയാ? ഏതോ സ്ഥലത്തി. റോഡോടെ പോയി മനോജേട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അയ്യോ, എന്തുട്ടുണ്ടായി? അമ്പിളിയുടെ വീട് പുഴയെടുത്ത് പോയാ? ഈ ജീപ്പിന് ഒരു വാതിലൂടെ വേണം. ബുദ്ധിമുട്ടാണല്ലോ. എന്റെ മനോജ, എപ്പ വണ്ടി ഓടിച്ചാലും നീ പരാജയണല്ല. എന്റെ അളിയെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയില്ലേ വണ്ടി ഓടിച്ചേ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്താ പറയണേ? ഗൂഗിൾ മാപ്പ് പറഞ്ഞ് നേരെ പോയാ മുങ്ങിച്ചാവും. ഇങ്ങട്ടാ ആ അളിയ ഒരു ഐഡി പറയട്ടെ. പറ. ഞാൻ മൂത്രച്ചിട്ട് ആർക്കാണ്ട് വേഗം വന്നോട്ടാ. 100%. നീ ആദ്യം വഴി കണ്ടു പിടിക്കും. ഒരു വഞ്ചി കിട്ടോ? സാധനം ഇരിപ്പുണ്ട് അടിക്കാൻ. അവിടെ ചോദിക്കും. ആരോമല സാധനം ഇരിപ്പ്. എന്റെ തലമുണ്ടൻ കിട്ടിയില്ലേ? ഇവിടെ മൊത്തം വരുന്നല്ല. എന്റെ മോന്തമ്മ മൂത്രം വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവണേ, മനസ്സിലായ? ഉണ്ണിയുടെ ശബ്ദമല്ലേ കേൾക്കണത്? പുള്ളി ആരോട്ട് തോട്ടി പിടിച്ചെന്ന് തോന്നണട്ടാ. വാ 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 വാ.
തെറ്റ് പറ്റി. സോറി. പോയ ഒന്നുമില്ല. മാറുന്നേ. പൊക്ക. സോറി. രാത്രി 8 ആരളിയന്മാര് ആ എനിക്കറിയില്ല. ഉണ്ണികളെ എന്തിനാ അവരോട് സോറി പറഞ്ഞേ? അതാ ഉറങ്ങണ ആളുടെ മോന്റെ മൂത്രത്തിന് സ്വന്തം അച്ഛനേലും തല്ലില്ലേ? പിള്ളേരുണ്ടാ വിട്ടെ, നമുക്ക് മൂത്രമൊഴിക്കേ? ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ ചെക്കന്റെ തലയിൽ തന്നെ നിനക്ക് മൂത്രമൊഴിക്കണോ അല്ലേ? മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് കണ്ണ് കണ്ട് പോയതാളിയാണ്. അളി ലോക്കൽസ് ആട്ടാ, അവിടെ സേഫ് അല്ല, വേം വിടാം. ഈ ലോക്കൽസിനെ കുറെ കണ്ടുള്ളടാ ഈ ഉണ്ണി. നീ കയറി വേണ്ടി ഞാൻ കയറിയിട്ട് പോരെ. കേറ്. എല്ലാവരോടും അവിടെ കിടന്ന് തള്ളാതെ ഇതുവഴി വന്നൂടെ? സ്ട്രേറ്റ് ഞാൻ ഈ സുജിത് വാസുവിന്റെ അടുത്തോട്ട് മൂത്രമൊഴിക്കാൻ പോലും ഇനി വണ്ടി എടുത്തൂല കേട്ടാ. വണ്ടി എടുത്തോ, പോവാ. പ്രാർത്ഥിച്ചിട്ട് മതി. അതല്ല, അജിമോളുടെ കീ കാണാനില്ല. ആ പോക്കറ്റിലങ്ങനെ നോക്ക്. ഇല്ലെന്നേ. നിലത്തുണ്ടാവും. ഇനിയിപ്പോ ഇടയിലെങ്ങനെ പോയി കാണോ? മണപ്പിച്ചോണ്ടിരിക്കുന്നു. ഇതെന്തോ വാറ്റാണെന്ന് തോന്നണേ സാർ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ ബെന്നി സാറേ, പ്ലീസ്. ടീച്ചറെ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ മെഡിക്കൽ എടുക്കണം, 2 ജാമ്യക്കാർ വേണം. ചില്ലറ കാര്യം നല്ലത്. ഓ, ഇനി ആവർത്തിക്കില്ല സാർ, ശരിക്കും. സംഗതി ഞാൻ വിട്ടുതരാം. പക്ഷെ നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം. മെഡിക്കൽ നടക്കുന്നു തോന്നല്ല. പക്ഷെ കേസ് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കൂട്ടത്തിൽ കുടിക്കാത്ത ആരെല്ലാം ഉണ്ടാ? ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകാൻ സമ്മതിക്കാം, ഇല്ലെങ്കിൽ ഒരു പേര് നടക്കൂലോ. ശ്രീകുട്ടി ഇങ്ങോട്ട് വാ, വേഗം വാ. ഒന്ന് പാടി. ഇവള് കുടിക്കില്ല. ആണോ? നോക്കട്ടെ, ഒന്ന് നോക്കി. ഹോ, സമാധാനം. കൂട്ടത്തിൽ കുടിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ശരി, നീ അവരെയും കൂട്ടി പോകുന്നുണ്ട്. വണ്ടിയിലേക്ക് പോ. മരുമോളം കൊണ്ട് പൊക്കോ. വലിയ ഉപകാരമുണ്ട് സാറേ. ശരി, ചെല്ലി. വാ, നീ വണ്ടി എടുത്തോട്ടാ. ഞാൻ തന്നെ ഓടിക്കണോ? പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോണ്ടേ? എടുക്ക വേണോ? സ്റ്റാർട്ട് ഗിയറിട്. സ്റ്റാർട്ട് ചെയ്യണേ, വേഗം സ്റ്റാർട്ട് ചെയ്യാൻ. ചവിട്ടിപ്പിടിക്ക്, ബ്രേക്കില് കാല്. മോളെ ഫസ്റ്റിലിട്. ആ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്. ഇനി ഫസ്റ്റിലിട്ട് നേരെ ഫസ്റ്റിലിട്ട് എടുത്തോ, എടുത്തോ. ഇവരുടെ പോക്കാനായിട്ട് വൈപ്പിനെത്തുമ്പോഴേക്ക് ന്യൂ ഇയർ കഴിയും. അനി, നീ ആ ബോണ്ട് തുറന്നേ. എടാ, താക്കോല് ഇതിനകത്ത് നോക്കുന്നതല്ല, വേറൊരു ഐഡിയ ഉണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അജിമോട് ഫുള്ള് ദ്രവിച്ചേട്ടാ. ഉണ്ണികളെയും കേക്കണ്ട, നിന്നെ പച്ചക്ക് കൊളുത്തിട്ടേ ഇതിനകത്തിടും. ഏതിനകത്ത്? ഇതിനകത്താ? ആ, നീ അവിടെ നോക്കി നോക്കി. ഇതവിടെ. അങ്ങനെയാണല്ലേ? അല്ല, അപ്പൊ അമ്പിളി ചേച്ചിയുടെ സ്റ്റാൻഡ് എന്താ? അമ്പിളി ചേച്ചിയുടെ സ്റ്റാൻഡ് അറിയണമെങ്കിൽ അവിടെ എത്തണം. അതിന് ചാവി കിട്ടണ്ടാ. ഒന്ന് ഉത്സാഹിച്ച് ചെയ്യ്. നമ്മളൊന്നില്ലെങ്കിൽ ഒരു മുള്ളി തെറിച്ച് വന്നില്ലടാ. നോക്കണം മോനെ. മനോജേട്ടാ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ വലിയ ഐഡിയ ആണല്ലേ? പിന്നല്ലാതെ. അനിമോനെ, ഇതിന്റെ ഇടയിലേ ഇത്രയും സംഭവം നടന്നത് ഞാൻ അറിഞ്ഞില്ല. അതെങ്ങനെ അറിയാനാണ്? 24 മണിക്കൂറും കരിക്ക് വെട്ടാനും ഫ്ലെക്സ് കെട്ടാനും മൈലാഞ്ചി അരയ്ക്കാനും നടന്ന ഈ ലോകത്തിറങ്ങുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? നിനക്കേ ആ അമ്മാവനിട്ട് ഒരെണ്ണം കൊടുക്കാൻ പാടില്ലായിരുന്നോ? കൊടുക്കാനാ? ഒറ്റ അടിയിൽ ഞാനും ഡെസ്കും കൂടി കല്യാണ പന്തലോട് അപ്പുറത്താ വീണത്. പിന്നല്ലേ കൊടുക്കാൻ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്തെങ്കിലും ആവശ്യം വിളിച്ചോളാളിനെ. ചോപ്പ് കേബിളാണോ? ചുമ്മാ വലിച്ചിളക്കല്ലേ? അതെ, ഇനിയിപ്പോ പോവാൻ പറ്റും തോന്നില്ല കേട്ടാ. അളിയാ, ആകെപ്പെട്ട അവസ്ഥയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? നിങ്ങൾക്കല്ലല്ലോ ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. എനിക്ക് മാത്രമുള്ള പ്രശ്നം. നിങ്ങൾക്ക് വെള്ളമൊക്കെ അടിച്ച് ഇടിയുണ്ടാക്കി നടന്നാൽ മതിയല്ലോ. ഹാപ്പി ആണല്ലോ. നിങ്ങളുടെ കാര്യം നടക്കട്ടെ. മോളെ ഓക്കെ അല്ലേ? എന്നാ മോളെ വണ്ടി കയറിക്കോ. വാ. ഡി നീ അങ്ങോട്ടാ പോന്നേ? വണ്ടി എടുക്കാൻ. ആ, ഓടിച്ചതൊക്കെ മതി. നിന്നെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച എന്നെ വേണം പറയാം. പോടി അങ്ങോട്ട്. പിന്നെ ഞാനല്ലേ കാണായിരുന്നു.
അതെ, അന്ന് അവൻ പോയിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ആര്? സുജിത്തിനെയോ? ആ, കണ്ടു. എടാ ഞാൻ പോവാ, ബൈ. എന്റെ മുമ്പിൽ നിന്നൊന്ന് പൊക്കെ. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. എടാ ഞാൻ പറയുന്നു കേക്ക്. ഒരു പെണ്ണും പൊറുക്കത്തേറ്റാണ് ഞാൻ എന്നോട് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, പക്ഷെ എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാനിപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ആരാ? രാത്രി സമയത്ത് ഏതോരുത്തര് വീട്ടിൽ വിളിച്ച് കയറ്റിയ പെണ്ണ്. അതിനെന്ത് മറുപടി നിനക്ക് പറയാനുള്ളേ? എടോ ഒന്ന് നാട്ടുകാരൊക്കെ കൂടിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അതുകൂടെ പറഞ്ഞതാ. തെറ്റെൻ്റെ ഭാഗത്താ. വേണേ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോകാൻ മാത്രം നീ പറയരുത്. ഇത് പറയാൻ വേണ്ടി ഞാൻ 6 ദിവസം നിന്റെ പുറകെ നടക്കുന്നു. എന്നാ നീ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കേ. മോളെ ഒരു 2 ദിവസം സമയം താ. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല എനിക്ക്. ഞാൻ എന്തായാലും വന്ന് പറയും. എടോ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല. ആ സമയത്തൊക്കെ ആകെ പ്രശ്നമായിരുന്നു. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും ചിരിയും. അതിനപ്പുറമായിരുന്നു വീട്ടിലെ സ്ഥിതി. എന്നെ കണ്ണിന് നേരെ കണ്ട അമ്മ അപ്പൊ തുടങ്ങും കുത്തുവാക്കും ചീത്ത വിളി. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടൊരു പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഇനി നാട്ടുകാർ എന്തറിയാനാ ബാക്കിയുള്ളേ? ഡീ ഒന്നവിടെ നിന്നേ. നീ മാത്രമല്ല, ഇവളൂടെ ഉണ്ട് ഇവിടെ. ഇവളുടെ ഭാവിയും കൂടെ നോക്കണം ഞങ്ങൾക്ക്. അന്നേരത്തന്നെ ഇറങ്ങി ഓടയില്ലേ? ഇനി ആ മറ്റവനെ മനസ്സിൽ കണ്ടോണ്ടാണ് ഇപ്പോഴും നീ ജീവിക്കുന്നെങ്കിലേ, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അവൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ട. ബീനമേമ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ പെണ്ണ് കാണാൻ വരും അവര്. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അവര് വരുന്നേ. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ അത് നടത്തും. നോക്കിക്കോ.